കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. കണ്ണിനാലെന്റെ കരളിനുരുളിയിലെണ്ണ കാറ്റിയ നൊമ്പരം കൽവിലറിഞ്ഞപ്പോൾ നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. തടി കഴിച്ചലായി ഈ കണ്ട പുകിലൊക്കെ ഉണ്ടായിട്ട് ആവുത്തുന്ന ഒരു ഒച്ചയില്ല, ഒരു അനുഭൂല്ല, ഒരു മനസ്സിലിട്ട് കാണാനില്ല. ഒരേ ബാതിലാണെങ്കിൽ മലക്ക് തുറന്നിട്ടിരിക്കുന്നു. നല്ല കള്ള സീതമാരും ഒരേന്റെ അകത്ത് കയറിയ ആരെങ്കിലും അറിയോ? കുറച്ചേരം വെയിറ്റ് ചെയ്യാം. അകത്തുന്നോ പുറത്തുന്നോ ആരെങ്കിലും വരുമോ നോക്കാം. കുത്തിരിയാൻ പറ്റൂല. ആ വടക്ക് നായ്ക്കള് പാത്തിയുണ്ടാവും. ഒരു വൃത്തികെട്ട സൂര്യടിക്കുന്നു. അടുത്തുപോലെ ആ നായ്ക്കള് പാത്തിയാണാവും. താമസ്യങ്ങൾ തീരില്ല. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? നമ്മുടെ താമസ്യം തീർന്നിട്ടാ ആ പടക്കുന്നായി പാത്തി വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് നമ്മുടെ മാധവൻ നായരുടെ കെട്ടിയവര് സർക്കീട്ടടിച്ചിട്ട് വരിക. ഒരേന്റെ വാതില് മലക്ക തുറന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടവര് രണ്ട് വാർത്താനോരോട് പറഞ്ഞിട്ട് വേറെ കാര്യം. വീടിനു പൊന്മണി വിളക്കുന്നി തറവാടിനു നിധിനി കുടുംബിനി. വീടിനു പൊന്മണി വിളക്കുന്നി തറവാടിനു നിധിനി കുടുംബിനി. പതിയെ കൂക്കും നിൻകരതാരുകൾ പതിയുവതെല്ലാം സഫലം. കടമകൾ ചെയ്യുവാനർപ്പിച്ചൊരു നിൻ കമനീ ജന്മം വിമലം. വീടിനു പൊന്മണി വിളക്കുന്നി തറവാടിനു നിധിനി കുടുംബിനി. അല്ല ഹാജരെ, നിങ്ങൾ എന്തായി കാട്ടി കൂട്ടിയാണിത് ഇവിടെ? നിങ്ങൾക്കാണ് ഭ്രാന്ത്, ഉച്ചഭ്രാന്ത്. അല്ലല്ല, നിങ്ങൾക്കാണ് നട്ടഭ്രാന്ത്. എന്താ ഉച്ചഭ്രാന്താ? ഈ നട്ടുച്ച നേരത്ത് ഈ ബാതിലൊക്കെ തുറന്നിട്ടിട്ട് നിങ്ങളിങ്ങനെ സത്യ കഴിക്കാൻ പോയാ നിങ്ങൾക്ക് പിന്നെ എന്താ? അത് ശരി. അപ്പൊ ആചാര്യ നട്ടഭ്രാന്തും ഉച്ചഭ്രാന്തും. നല്ല തമാശ. അസല് കാര്യം. നട്ടുച്ചല്ലേ ആചാര്യ, നട്ടപ്പോ ആതിരൊന്നും അല്ലല്ലോ. പിന്നെ ഞാൻ പുറത്ത് എവിടെയും പോയതല്ല. അപ്പുറത്തെ വീട്ടിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അതൊന്നും നോക്കാൻ വേണ്ടി പോയില്ല. അത്ര ഉണ്ടായിട്ടുള്ളൂ. വല്ലാത്തൊരു ശബ്ദം. എന്താ നമ്മള് കാര്യം കേട്ടോളി. അത് കേട്ടാല് നിങ്ങള് പറയും. എന്താ കാര്യം പറയൂ. നട്ടുച്ചയ്ക്ക് നട്ടപ്പാതിരിക്കും ഇങ്ങടെ കുടിയിൽ ഒരു പകൻ കേറിക്കെടുക്കണിട്ടാ. അയ്യോ, പഹയന? ആരാ? എന്താ? ആരത്? ഹജരെന്ന് വേഗം പറയൂ.
ഞമ്മളത് പറഞ്ഞ നിങ്ങൾ ബേജാറടിച്ച് തൊള്ളി വിളി കൂട്ടരുത്. ഞമ്മള് കണ്ണോലെ കണ്ടതാ. ഒന്ന് വേഗം പറയണ്ടേ ഹാജാരെ. എന്നാ കേട്ടോളി. രാത്രിയില് നിങ്ങളുടെ പുരേന്റെ അകത്ത് ആ കള്ളം പണിക്കൂസ് കേറിക്കിടക്കണ് ഞമ്മള് കണ്ട്. അയ്യോ എന്റെ ഭഗവതി, എന്താ ഞാനീ കേക്കണത്? അല്ലെങ്കിലേ പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉള്ളതാ. മാനമര്യാദക്ക് ജീവിച്ചു പോണ ഒരു പെണ്ണൊരുത്തിയാ ഞാൻ. ഹാജാരെ, അപമാനിക്കരുത്, അപവാദം പറഞ്ഞുണ്ടാക്കരുത്. ഞമ്മള് കണ്ട് ടേസ്റ്റ് ചെയ്ത് ഉറപ്പാക്കി. എന്ത് ടേസ്റ്റ് ചെയ്തതാ? എനിക്കിതൊന്നും അങ്ങോട്ട് മനസ്സിലാവണില്ലല്ലോ. അതേന്ന് മോന്തിക്ക് നിങ്ങളുടെ പോലെ ഡൗത്തും കോലായിലും മേശമിലും ആ കള്ള നായ്ക്കൾ കേറി കിടക്കുന്നുണ്ട്, പാത്തി വെക്കുന്നുണ്ട്. അപ്പൊ അത് ശരി. അളിഞ്ഞ് തിരിഞ്ഞ് നടക്കണ തെരുവ് നായ്ക്കളുടെ കാര്യാണോ ആചാരി പറയുന്നത്? അല്ലാതെ പിന്നെന്താ? ഓ എന്റെ ദേവി, എനിക്ക് എപ്പോഴാ സമാധാനായി. തെരുവ് നായ്ക്കളുടെ ശല്യം ഈ വീട്ടില് മാത്രമല്ലല്ലോ, വീടിന് ചുറ്റും മതില് കെട്ടാൻ പാങ്ങില്ലാത്ത എല്ലാവരുടെ വീട്ടിലുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്, ഒരു കരുതൽ വേണമെന്ന്. ഒരു മുട്ടം പടിയെടുത്ത് ഇങ്ങനെ മതിയാ, അതൊക്കെ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. ഹാജാരി വന്ന കാലിൽ നിൽക്കാതെ ഇവിടെ ഇരിക്കും. കുത്തിരിക്കാൻ പറ്റൂല. അതെന്താ ഹാജാരിക്ക് മൂലക്കുരുവിന്റെ അസുഖം പറ്റുന്നുണ്ടോ? മൂലക്കുരുവിന്റെ മുസീബത്തൊന്നും ഉണ്ടായിട്ടില്ല. കുത്തിരുന്ന ഞമ്മക്ക് ആറാമാവും. അപ്പൊ തന്നെ ഓർപ്പിച്ചോളൂ എല്ലാവരും, ആചാര്യക്ക് മൂലക്കുരുവിന്റെ അസുഖം. ഇരിക്കാൻ വയ്യെങ്കിൽ പിന്നെ ഇരിക്കണ്ട. ആചാര്യ ഇന്ന് അവിടെ തന്നെ വന്നു. അല്ല, ആചാര്യ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അല്ല സുമതിയമ്മേ, ഇന്നൊരു ബെസ്റ്റ് നല്ല ദിവസല്ലേ? സുമതിയമ്മ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരമ്മേ, ഇന്നൊരു ബെസ്റ്റ് ദിവസല്ലേ? ഇന്നത്തെ ഇപ്പൊ ഇങ്ങനെയാ മതിയാ? ഇന്നെന്താ നല്ല ദിവസമായിട്ട് ഓണോ വിഷുക്ക് കഴിഞ്ഞില്ലേ? പിന്നെ എന്താ വിശേഷം? ഇന്നല്ലേ നിങ്ങളുടെ മാപ്പിള ജോലിയിൽ നിന്ന് പിരിഞ്ഞ് കുടിയിലേക്ക് വരുന്നത്? അതിനിപ്പോ എന്താ, മൂപ്പര് എന്നും ജോലി കഴിഞ്ഞ് പെട്ടെന്ന് അല്ലേ വരുന്നത്? ഇതാണ് ഞമ്മക്ക് തിരിയാത്തത്. ഒരു മനസ്സെ 10-35 കൊല്ലം ജോലി ചെയ്തിട്ട് കുടിയിലേക്ക് വരുമ്പോ നമ്മൾ ആട് ബിരിയാണി വെച്ച് തപ്പിരിക്കണ്ടേ? ഓ, എന്ത് സൽക്കരിക്കാനാ ഹാജാരെ? കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ഇന്നു മുതല് പകുതിയായി. ഇനി അതുകൊണ്ട് വേണം കഴിഞ്ഞൂടാൻ. അല്ല, ഹാജാരുടെ പീടികയില് മുമ്പേക്ക് ഒരു പണി കൊടുത്തൂടെ? ഒന്നിനെ കണ്ണിച്ചോറില്ലാതെ പറയുന്ന സൗത്രമ്മേ. ഒന്നുമില്ലെങ്കിലും മാധവന്മാര് വില്ലേജ് ഓഫീസറിലൊന്നും ഇങ്ങക്കറിയൂല മാധവേട്ടനും ഞമ്മൾ തമ്മിലുള്ള കൂട്ടിപ്പിടുത്തം. പണ്ട് പണി തുറന്നില്ലാതെ ഞമ്മൾ തെണ്ടി തിരിഞ്ഞ് നടന്ന കാലത്ത് നമ്മുടെ കെട്ടിയോളും കുട്ടികളും കൂടപ്പറപ്പുകളും കഞ്ഞിവെള്ളം കുടിക്കാൻ പാങ്ങില്ലാത്ത കാലത്ത് അന്നാണ് നമ്മുടെ കളിച്ചങ്ങായി ഓന്റെ അച്ഛൻ മരിച്ച വകയില് ഗവൺമെന്റ് ജോലി കിട്ടുന്നത്. അന്നൊരു ദിവസവും നമ്മുടെ കുടിയിൽ വന്ന് ഓന്റെ ആദ്യത്തെ മാസപ്പടി നമ്മക്ക് തന്നിട്ട് പറഞ്ഞു, ഐദ്രോസേ ഈ കായോണ്ടിച്ച് കച്ചവടം തുടങ്ങിക്കോന്ന്. ആ കായോണ്ട് നമ്മള് ഉണക്കമീന്റെ ബിസിനസ് തുടങ്ങി. ബിസിനസ് പച്ച പിടിച്ച് നമ്മുടെ കുടിയിലെ പട്ടിണി മാറി. ഇപ്പൊ നമ്മളൊരു മുയലാണ്. അതൊക്കെ ഇനി ഇപ്പൊ പറഞ്ഞിട്ട് എന്താ കാര്യം? കിട്ടുന്ന ശമ്പളം മുക്ക ഭാഗവും ആ തങ്കച്ചൻ മുതലാളി പിടിക്കും, ലോൺ എടുത്ത വകയില്. ബ്ലേഡ് കമ്പനിക്കാർ തങ്കച്ചനാ. ഓ, നമ്മുടെ കുടുംബം കുളമ്പോണ്ടാ നോക്കിക്കൊള്ളിട്ടാ. അല്ല, അതിന് മാത്രം നിങ്ങൾക്ക് എന്താ അത്ര വായ്പാ? നല്ല കാര്യം. ഞങ്ങളുടെ മൂത്ത പുത്രനില്ലേ ഒരുത്തൻ, സിനിമാ സംവിധായകൻ കാഞ്ഞിരക്കുറ്റി കരുണാമയൻ. അതന്നെ, അവൻ തന്നെ. അവന് സിനിമ പിടിക്കാൻ വേണ്ടി ലോൺ എടുത്തതാ. 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഓന്റെ സിനിമന്റെ പേരെന്താ പറഞ്ഞേ? ഒട്ടകത്തെ കെട്ടിക്കോ. ഒട്ടകത്തിനെയാണോ
കാണ്ടാമൃഗത്തിനാണോ കെട്ടി അതൊന്നും എനിക്കറിയില്ല. സിനിമ 8 നിലയിൽ പൊട്ടി. ഇപ്പതാ ഈ വീടും പറമ്പും ജപ്തിയിലാണ്. അല്ലോ, ഈ സിനിമ പിടുത്തക്കാരൻ കൊണ്ട് നമ്മൾ തോറ്റ്. ഞമ്മക്കുണ്ടല്ലോ മോൻ. ആ ഉണ്ടല്ലോ, ഹാരിസ് ഐദ്രോസ് 2ഓ 3ഓ സിനിമയില് ഒരു മിന്നായം പോലെ അവനെയാണ് കണ്ടിട്ടുണ്ട്. ഒടുക്കത്തെ സിനിമ പ്രാന്തന. നേരം വെളുത്ത അപ്പുറവും സിനിമയിൽ അഭിനയിക്കാനാണ് പറയണത്. മിന്നിന പളപളാച്ചി കുപ്പായ, സിലിക്കിന്റെ കളസം, ഉണ്ടന്മാര് വെച്ച് നടക്കണേ കറുത്ത കണ്ണാടി വെച്ചിട്ടാണ് ഓന്റെ പോക്ക്. എന്റെ കരുണാമയന്റെ പുതിയ സിനിമയില് അവനൊരു ഡോക്ടറായിട്ടത്രേ അഭിനയിക്കണേ. ഹൃദയത്തിന്റെ ഡോക്ടറായിട്ട്. ഓ, നിങ്ങൾ കാത്തോളിട്ടോ ഓനെ. സിനിമാ സെറ്റില് എല്ലാവരും അവനെ ദുൽഖർ സൽമാനെന്ന് അത്ര വിളിക്കുക. ഈ നാട്ടുകാരിപ്പ അങ്ങനെയല്ലേ വിളിക്കണേ, ദുൽഖർ സൽമാനേന്ന്. ഇന്നാണ് ഒരു ദിവസം ഓന്റെ ഉമ്മയ്ക്ക് അങ്ങനെ വിളിക്കണം. നമ്മൾ കേട്ടു ദുൽഖർ സൽമാനേന്ന്. ഞമ്മക്ക് ഇപ്പൊ ഒരു തമശം, ഓന്റെ ഒറിജിനൽ ഉപ്പ നമ്മളാണോ അതോ മമ്മൂട്ടിയാണോ? അത് കാര്യങ്ങള് പറയുന്നത് അത് വളരെ വാസ്തവാ. അവന്റെ മട്ടും ഭാവവും പവറും പത്രാസും ഒക്കെ കൂടി കണ്ടാണ്ടല്ലോ അവൻ നിങ്ങളുടെ മോനാണ്. ആരും അറിയില്ല. നമ്മളെ ബേജാറാക്കിട്ടാ ഈ സിനിമാക്കാരുടെ ഒടുക്കത്തെ കാര്യം നമ്മൾ ഇടങ്ങാറിലായി. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഉണക്കമീനിന്റെ കച്ചവടത്തിന് ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ടല്ലോ. അതിന് കുറച്ച് അവന് കൊടുത്തൂടെ സിനിമയിൽ അഭിനയിക്കാൻ? കൊടുക്കൂല. ഒരു ഉറുപ്പിന്റെ കൈ നമ്മൾ ഓന് കൊടുക്കൂല. ഓൻ വേണമെങ്കിൽ നയിച്ചുണ്ടാക്കട്ടെ. ഓന്റെ പ്രായത്തിലേ നമ്മൾ ഉണക്കമീനിന്റെ കൊട്ടി തലയും വെച്ച് നടന്നാണ് വിറ്റ് കാശുണ്ടാക്കിയത്. അതൊക്കെ നടക്കണ കാര്യം. ദുൽഖർ സൽമാൻ തലയില് ഉണക്കമീനിന്റെ കൊട്ട വെച്ച് നടക്കോ ഹാജരെ? ഓ, കൊട്ടി പട്ടിയൊന്നും ചുമക്കണ്ടേ, ഒരു പീടിയിൽ വന്നിരുന്നൂടെ? നല്ല കഥ. അത് അതിലേറെ വിശേഷം. ഉണക്ക മത്സരത്തിന്റെ പീടികയിൽ ഇരിക്കൊണ്ട് അത്ര അവനെ ഉണക്കൽ സൽമാനെന്ന് വിളിക്കുന്നത്. അതത്ര അവൻ പീടികയ്ക്ക് കാലുത്താത്തെ. ഓ, കാലും കുത്തണ്ട കജ്ജും കുത്തണ്ട, പീടി എങ്ങനെ നടത്തണമെന്ന് ഞമ്മക്കറിയാം. പക്ഷെങ്കിൽ ഓനും നിങ്ങളുടെ മക്കളും ആ കള്ള തങ്കച്ചിനും കൂടിയിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ആ നിങ്ങൾ നടന്നോളി. അയ്യോ, ഇനിയിപ്പൊ അതെന്താ പ്രശ്ന കാര്യേ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഒരു ഇളയ മോലിയെ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടല്ലോ, കെ കൈലേഷ്, കാഞ്ഞിരക്കുറ്റി കൈലേഷ്. കാഞ്ഞിരക്കുറ്റി വിടുന്നു. എങ്ങനെ വിടാനാ ആചാര്യ? അത് ഞങ്ങളുടെ തറവാട്ട് പേരല്ലേ. എന്നാ കേട്ടോളി, നിങ്ങളുടെ മൂത്ത മോൻ, നിങ്ങളുടെ ഇളയ മോനും ഞമ്മടെ മോനും കൂടിയിട്ട് ഒരു ഇടങ്ങാറിന്റെ പണി ഒപ്പിച്ചിട്ടുണ്ട്. ഞമ്മടെ അങ്ങാടിയില് പുതിയതായി തുറന്നൊരു കള്ളുസാപ്പില്ലേ, അത് പൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു സമരം. അയ്യോ, അത് കള്ള് ഷാപ്പല്ല, ഇന്റർനാഷണൽ ബാറാണ്. ഈ സിനിമാ നടന്മാരൊക്കെ വന്ന് താമസിക്കുന്ന 4 സ്റ്റാർ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. അങ്ങനെ പറയണം. ഇന്റർനാഷണൽ ആയാലും വേണ്ടില്ല, ഇന്റർനാഷണൽ ആയാലും വേണ്ടില്ല, രണ്ടും 3 കള്ളിന്റെ വെള്ളല്ലേ, രണ്ടും ഞമ്മക്കറാമാ. പൈതമക്കള് പഠിക്കണ സ്കൂളിന്റെ അവിടുന്ന് തുറന്ന ഷാപ്പ് പൂട്ടണം എന്ന് പറഞ്ഞിട്ട് ഒരു സമരം നടക്കണില്ലേ, അത്യാഗ്രഹ സമരം. ഓ, ഈ ഹാജാരുടെ ഒരു കാര്യം അത്യാഗ്രഹമല്ല, സത്യാഗ്രഹ സമരം. അതിന്റെ ഉദ്ഘാടനം ഇങ്ങളെ മൂത്ത കുച്ചി, അത്യാഗ്രഹം കെടുക്കണതോ ഇങ്ങളെ ഇളയ കുച്ചി, ഓരിക്കുള്ള കോഴി ബിരിയാണി എത്തിക്കുന്നതോ ഞമ്മടെ കുച്ചി. വിട്ടിത്തം പറയാതിരിക്കുക ഹാജരെ. സത്യാഗ്രഹം കിടക്കണ ആരെങ്കിലും ഭക്ഷണം കഴിക്കുക. ഇന്നാ മുഴുവനായിട്ട് കെട്ടുപോയി. നേരെ മന്തിപ്പാത സമയത്ത് ഞമ്മടെ 3 കുച്ചികളും കൂടിയിട്ട് കോഴിക്കാലിന്മ കടിപിടി കൂടുന്നത് ആരോ കോട്ട പിടിച്ച് വാട്സപ്പിൽ വിട്ടു. അതോടെ സമരം പൊളിഞ്ഞു. സമരം പൊളിഞ്ഞ പകയില് ആ കള്ള തങ്കച്ചിഞ്ഞെ
ഓ കണ്ടമാന കായ് നിങ്ങളുടെ ഇളയ കുറ്റിക്ക് കൊടുത്തതാണ് ഈ നാട്ടുകാരൊക്കെ പറയും. ആ അതൊക്കെ ഉണ്ടാവും. ഈ നാട്ടുകാരുണ്ടല്ലോ ഭയങ്കര അസൂയക്കാരാ. അതുകൊണ്ട് അങ്ങനെ വേണ്ടാതീരം ഓരോന്ന് പറഞ്ഞുണ്ടാക്കണത്. എനിക്ക് എന്റെ മക്കളെ ചവിട്ടി പിടിക്കാതെ നോക്കിക്കൂടി. ഇവിടെ 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 എന്താ ഈ ചവറാ പറയണേ? വെറുതെ എന്താ? നമ്മളൊരു കിനാവ് കണ്ടതാ. നമ്മുടെ 3 മക്കളെയും ഈ നാട്ടുകാര് പൊന്നാടെ പുതപ്പിച്ച് കെടുത്തുന്നത്. പൊന്നാടെ പുറപ്പിച്ച് ആദരിക്കല്ലേ ചെയ്യാ? നിങ്ങൾക്ക് എന്താ തല തിരിഞ്ഞു പോയോ? എന്റെ കരുണാമയനും കൈലേഷും ഈ നാടിന്റെ അഭിമാന താരങ്ങളാ. സഞ്ചല്യ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ സിനിമ മാധവൻ നായര്. വരുന്നുണ്ട്. അല്ല മൂമ്മയുടെ കൊച്ചിനെ കഴിഞ്ഞൊന്ന് കാണല്ലോ. ഏകാന്തപഥികൻ ഞാൻ ഏകാന്തപഥികൻ ഞാൻ ഏതോ സ്വപ്നവസന്തവനത്തിലെ ഏകാന്തപഥികൻ ഞാൻ. അല്ല നായരെ, അതൊക്കെ എവിടെ? എന്തൊക്കെയാ ചേര്? പൂമാലി പൂച്ചെണ്ടു. പൂമാലയും പൂച്ചണ്ടുവാ? എന്തിന്റെ കല്യാണം കഴിഞ്ഞിട്ടാണോ ഞാൻ വരുന്നത്? എന്താ ആചാരം ഇത്? മൂപ്പരുടെ കല്യാണം കഴിഞ്ഞിട്ട് 10-9 കൊല്ലായില്ലേ? അന്ന് മാധവേട്ടിന് 26ഉം എനിക്ക് 16 പ്രായം. അതറിയോ? നാണം വരുമ്പോ ഇപ്പോഴും നിന്നെ കണ്ട 16 തോന്നും. ഒന്ന് പോ മാധവേട്ട, ആചാര്യ കേൾക്കും. അല്ല നിർത്ത്. നിങ്ങളിപ്പോ ആരാ? പ്രേമനസീലെ ഞങ്ങൾ തമ്മിലുള്ള ആ പഴയ പ്രണയകാലം നിങ്ങൾ ഒരു നിമിഷം ഓർമ്മിപ്പിച്ചോ ആചാര്യ? അല്ലോ, ഇത് വല്ലാത്ത മുസീബത്തായല്ലോ. നമ്മൾ ചോദിച്ചതേ അന്റെ നിക്കാഹിന്റെ മുഹബത്തിന്റെ കാര്യല്ല ഭയ. ജോലിന്ന് പിരിഞ്ഞു വരുമ്പോ കൂടെ ജോലി ചെയ്തൊരു പൂമാലി പൂച്ചെണ്ട് തരൂലേ? അത് എവിടെയാ? അതാണോ? എന്റെ വിരമിക്കലിന് ചടങ്ങൊന്നും വേണ്ടാന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. കടത്തിന്റെ പെരുവെള്ളത്തില് മൂക്കോളം മുങ്ങിയവന് എന്ത് ചടങ്ങ്, എന്ത് ആഘോഷം! എന്നാലും അതങ്ങോട്ട് വെടുപ്പായില്ല. 10-35 കൊല്ലം ഒരു ഓഫീസിൽ ജോലി ചെയ്തിട്ട് അവിടുന്ന് പിരിഞ്ഞു വരുമ്പോ മരം കൈയോടെ വന്നത് അതങ്ങോട്ട് ബറക്കത്തായില്ലട്ടാ. ജോലിന്നല്ല, ഈ ജീവിതത്തെയും തന്നെ ഒരു ദിവസം വെറും കൈയോടെ ഇറങ്ങി പോരണ്ടല്ലേ നമ്മളൊക്കെ ആചാര്യ? അന്റെ ഭേദമൊന്നും ഞമ്മക്ക് കേക്കണ്ടോ? അല്ലെങ്കിലും ഗിയാമത്തോളം കാലം ഈ ദുനിയാവില് ആരും ജീവിച്ചിരിക്കില്ലടോ. അതൊക്കെ പോട്ടെ, എന്താണ് എന്റെ അടുത്ത പരിപാടി? ഒന്ന് വിശ്രമിക്കണമെന്നുണ്ട്. നടക്കണാവോ? കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ലജ്ജി ഒരു വണ്ടിക്കാളെ പോലെ എങ്ങനെ നയിക്കണത്? ഈ വയസ്സാകാലത്തൊന്ന് കുടിയിൽ കുത്തിരിക്കുന്നവരെ വിശ്രമമൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല ആചാര്യ. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അമ്മയ്ക്കും 4 സഹോദരന്മാർക്കും തൂണും തുളുമ്പും ആയി ഞാനേ ഉണ്ടായുള്ളൂ. 4 പേരെയും പഠിപ്പിച്ചു. നല്ല വരന്മാരെ കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുത്തു. ഒന്ന് നടു ചായ്ക്കാമെന്ന് കരുതി. പൂത്തുങ്ങളെ പോലെ വളർന്ന 2 ആൺകുട്ടികളിൽ ഞങ്ങൾക്ക് ഓരോട് പറയേ കുടുംബം നോക്കാം. മക്കളുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കുക ഭേദം. ഉച്ച വരെ കിടന്നുറങ്ങുന്നുണ്ടാവും. ഉച്ചയ്ക്ക് എണീറ്റ് കുളിച്ച് അവരുടെ അമ്മ അലക്കി തേച്ച് വെച്ച ഡ്രസ്സും ഇട്ടുകൊണ്ട് ഇറങ്ങും. കേരള പാതിരാത്രിക്ക
എന്തിനാ പോണ്, എവിടേക്കാ പോണ് അറിയില്ല. ചോദിച്ചാ പറയും അച്ഛനെതിരെ ഇടപെടണ്ടാന്ന്. അത് പിന്നെ മക്കള് പറയുന്നത് ശരിയല്ലേ ഹാജിയാരെ? പാടും പ്രാരബ്ധവും പാടി നടന്ന മൂപ്പർക്ക് അറിയോ അവരുടെ വില? നാടറിയുന്ന ഡയറക്ടറും ലീഡറുമാണ് എന്റെ മക്കള്. നാടറിയുന്ന ഡയറക്ടറും ലീഡറും എന്നെ കൊണ്ടേ ഒന്നും പറയിപ്പിക്കണ്ട. +2 തോറ്റേക്ക് ഇറങ്ങിയല്ലോ ഒരുത്തൻ സിനിമ പിടിക്കാം. എന്നിട്ട് പിടിച്ചതോ നാട്ടുകാർക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത ഒരു വികല സൃഷ്ടി ജിറാഫിനെ കെട്ടിക്കോ. രണ്ടും കണക്കാണ്. മറ്റൊരുത്തൻ ഡിഗ്രി കോഴ്സ് മുഴുവനാക്കുന്നതിന് മുന്നേ ജൂനിയേഴ്സിനെ റാഗ് ചെയ്തു, പോലീസ് കേസിൽപ്പെട്ടു. പിന്നെ അതോടെ പഠനം മുടങ്ങി. പിന്നെ നാട് നന്നാക്കാൻ ഇറങ്ങി. നാടും നന്നായില്ല, അവനും നന്നായില്ല. ഇവനെ പോലെയുള്ളവരാ ഈ നാട് ചീത്തയാക്കുന്നത്. സ്വന്തം മക്കളുടെ കുറ്റം മാത്രം പറയുന്ന തന്ത മാധവൻ നായർ പറയുന്നതിലും കുറച്ച് കാര്യം കേട്ട സൗത്രമേ. എന്ത് കാര്യമുള്ളത്? നിങ്ങൾ രണ്ടാളും കണക്കാം. കാഞ്ഞിനെ കൊണ്ട് തന്നെ വഴുത്തായ വെറുതെ എല്ലാ കുട്ടികളും പറയണേ ഈ തന്ത വൈകുന്നേരം 7 അയലത്ത് അടുപ്പിക്കരുതെന്ന്. നമ്മൾ പറയുന്നത് കേൾക്കാനോ ഒന്ന് പരിഗണിക്കാനോ ആരും ഇല്ലാണ്ടായില്ല ആചാര്യ. നമ്മുടെ കായ് മാത്രം മതി എല്ലാത്തിനും. ഓ കേക്കണ്ട ഈ പഞ്ചമാരുടെ കാര്യം പറഞ്ഞിണ്ടല്ലോ നമ്മുടെ സിനിമാ സംവിധായകൻ കാഞ്ഞിരക്കുറ്റി കരുണാമയൻ. ഹലോ, അതെ, കാഞ്ഞിരക്കുറ്റി കരുണാമയനാണ്. ഫേമസ് ഫിലിം ഡയറക്ടർ, സ്ക്രീൻ പ്ലേ റൈറ്റർ ആൻഡ് പ്രൊഡ്യൂസർ. പുതിയ സിനിമ ഏതാണെന്നോ? ഇവിടെ താനൊക്കെ ഏത് ഉഗാണ്ടയിലാണോ ജീവിക്കുന്നത്? റീൽസ് ഒന്നും കാണാറില്ലല്ലേ? കഷ്ടം. ഏതായാലും താൻ ചോദിച്ച സ്ഥിതിക്ക് പറയാം. പുതിയ സിനിമയുടെ പേര് തമ്പുരാൻ മീട്ടിയ തമ്പുരു. തമ്പുരാനായിട്ട് ആരാണ് അഭിനയിക്കുന്നത്? അത് ചോദിക്കാനുണ്ടോ? നമ്മുടെ കംപ്ലീറ്റ് ആക്ടർ മെഗാസ്റ്റാർ മോഹൻലാൽ. തമ്പുരുവായിട്ട് ആരാണെന്നോ? എടോ മണ്ട ശിരോമണി, അത് വീണയാണോ? വീണ. ഓരോ വിവരം കേട്ടവന്മാര് രാവിലെ മുതൽ വിളിക്കും. അല്ല, ഇതാര്? ഹൈദ്രോസാജിയോ? എന്തൊക്കെയുണ്ട് വിശേഷം? വന്നിട്ട് പറഞ്ഞോ? അല്ല, എന്തെങ്കിലും വിട്ടു ഇരിക്കൂ. അല്ല മോനെ, ഞമ്മക്കൊരു സംശയം. അന്ന് സിനിമയില് തമ്പുരായിട്ട് അഭിനയിക്കുന്നത് വീണ എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ മന്ത്രി വീണ ജോർജ് ആണോ? ഇവിടെന്താ മണ്ടന്മാരുടെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണോ? എന്റെ ഹാജിക്ക, തമ്പുരുവിന്റെ മറ്റൊരു പേരാണ് വീണ. എന്റെ സിനിമയിലെ
മഹാദേവവർമ്മ എന്ന നായകന്റെ നായികയായി മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യര വരുന്നത് സ്വർണ്ണലത തമ്പുരാട്ടിയായി. എടാ മോനെ, നിനക്ക് ഈ തമ്പുരാന്റെ തമ്പുരാട്ടിയിലൊക്കെ കാലം കഴിഞ്ഞില്ല മോനെ. ഈ 2026 എന്തിനാ വെറുതെ ആ ജീർണിച്ച പഴഞ്ചരക്കുകളൊക്കെ കെട്ടിവലിച്ചു കൊണ്ടുവരുന്നത്? പുതിയ കാലത്തെ ട്രെൻഡ് പഴഞ്ചരക്കുകളാണ് അച്ഛാ. ഭ്രമയുഗത്തില് മമ്മൂട്ടിയുടെ ചാത്തൻ, ഒടിയൻ മോഹൻലാലിന്റെ ഒടിയൻ, ലോകയില് കല്യാണി പ്രിയദർശന്റെ യക്ഷി, സർവം മായയില് റിയാഷിബുവിന്റെ ഡെലുലു എന്ന ആത്മാവ്, അങ്ങനെ പലതും. ഇന്റർനെറ്റും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഈ ലോകത്ത് മുന്നോട്ട് നയിക്കുമ്പോൾ കരണ്ട് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ആ ഇരുണ്ട യുഗത്തിലെ ചാത്തനെയും പ്രേതത്തെയും എന്തിനാണ് നീ സിനിമ എടുക്കുന്നത്? അതുകൊണ്ട് ഈ നാടിന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? നാടിന് പ്രയോജനമൊന്നുമില്ലെങ്കിലും എനിക്ക് ലാഭമുണ്ട് അച്ഛാ. ചാത്തൻ സേവയനുഷ്ഠിക്കുന്ന മഹാമാന്ത്രികനാണ് എന്റെ നായകൻ. മന്ത്രവാദവും ദുർമന്ത്രവാദവും അഭ്യസിച്ച മഹാദേവ അഭിനയിക്കുന്നത് കേട്ടല്ലോ, നേരാണ്. ചങ്ങരംകുളത്തിന്റെ ദുൽഖർ സൽമാൻ എന്നറിയപ്പെടുന്ന ഹാരി സൈദ്രോസ് എന്റെ സിനിമയിൽ ഹൃദ്രോഗ വിദഗ്ധനായ ഡോക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. മനസ്സിലായി? എടാ മോനെ, നിന്റെ ശാത്തൻ സേവ കൊണ്ട്, അല്ല നിന്റെ സിനിമാ പിടുത്തം കൊണ്ട് ഈ വീടിനോ ഈ നാടിനോ ഒരു ഗുണമില്ല. പിന്നെ എന്തിനാണ് ആ പാവം ആരീസിനെ കൂടി ഇതിലേക്ക് വലിച്ചെടുക്കുന്നത്? അല്ല, എനിക്ക് മനസ്സിലായിട്ട് ചോദിക്കാം, അച്ഛൻ ഇന്ന് ജോലിക്കൊന്നും പോയില്ലേ? ഇവിടെ ഇങ്ങനെ നെഗറ്റീവ് അടിച്ച് ചുമ്മാ ചൊറിയും കുത്തിയിരിക്കുകയാണോ? ഇല്ലട മോനെ, ഇനിയൊട്ട് പോകുന്നില്ല. ജോലിക്ക് പോകുന്നില്ലെന്നോ? പിന്നെ എങ്ങനെ ശമ്പളം കിട്ടും? ഇനി മുതൽ ശമ്പളമല്ല ശമ്പളമല്ല. ശമ്പളം ഇല്ലെന്നോ? പിന്നെ എങ്ങനെ കഴിഞ്ഞുകൂടും? എങ്ങനെ തങ്കച്ചൻ മുതലാളിയുടെ പലിശപ്പണം കൊടുക്കും? നീ സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത് കുറേ പൈസ കിട്ടുന്നുണ്ടല്ലോ, അത് എടുത്തിട്ടങ്ങ് കഴിയാം. ഇതാണ് ഞാൻ ഈ പറയുന്ന ഈ അച്ഛന് യാതൊരു വിവരവുമില്ലെന്ന്. സിനിമാ ഫീൽഡിനെ പറ്റി അച്ഛന് വല്ല ചുക്കും ചുണ്ണാമ്പും അറിയാം? എനിക്കൊന്നും അറിയാൻ മേലെ, നീ തന്നെ പറ. സംവിധാനം ചെയ്ത സിനിമ റിലീസ് ആവണം, തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കണം, അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമുകളിൽ ഓടണം, എന്നാലേ കാശ് കിട്ടൂ. മനസ്സിലായോ? അല്ല മോനെ, അന്റെ സിനിമ ഈ പറഞ്ഞ ഏടാകൂടത്തിലോടൊന്നും ഓടൂലേ? ഓ, അത് മറ്റൊരു വിവരക്കേട്. എന്റെ ഹാജിക്ക, അതിനൊക്കെ ഒരുപാട് ഫോർമാലിറ്റീസും പ്രോസസ്സും ഉണ്ട്. അതിലൂടെയൊക്കെ വേണം വേണം പോകാൻ. എന്നിട്ട് എന്താ പോകാത്തത്? ഇതിപ്പോ കാലം കുറേ ആയല്ലോ. നാളെ അങ്ങനെയൊരു ദിവസമുണ്ട് അച്ഛാ. കാഞ്ഞിരക്കുറ്റി കരുണാമയൻ എന്ന സംവിധായകനെ ഈ ലോകം അറിയുകയും ആദരിക്കുകയും ചെയ്ത ഒരു ദിവസം. നാളെ നാളെ നീളെ നീളെ, ഇതിപ്പോ ഗണപതി കല്യാണം പോലെ ആയല്ലോ. ഇതന്നെ ഞമ്മടെ മോൻ ദുൽഖർ സൽമാൻ പറയുന്നു, ഓ നാളെ ഈ ദുനിയാവറിയുടെ ഒരു സിനിമാ നടനാവുമെന്ന്. അല്ല, നിങ്ങളുടെ മോ ആരിഷ് ഐബ്രോസ് അല്ലേ? അല്ലാത്രേ, ദുൽഖർ സൽമാൻ ആണത്രേ. അതെ. പരിഹാസത്തിന്റെയും പുച്ഛത്തിന്റെയും പൂരമ്പുകളേൽക്കാത്ത കലാകാരന്മാർ ഈ ലോകത്തുണ്ടായിട്ടില്ല. പരിഹസിച്ചതല്ല മോനെ, അച്ഛൻ ഇന്ന് ജോലിയിൽ നിന്ന് റിട്ടയർഡായി. കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിന്റെ പാതി പോലും ഇല്ല പെൻഷൻ. അതുകൊണ്ട് എങ്ങനെ കുടുംബ ചെലവ് നടത്തും? എങ്ങനെ തങ്കച്ച മുതലാളിയുടെ പലിശ കൊടുക്കും? പ്രതിസന്ധികൾ അതിജീവിക്കണം അച്ഛാ. എന്റെ മനസ്സിലിപ്പോ കുടുംബ ചെലവ്, പലിശപ്പണം ഇതൊന്നുമില്ല. എന്റെ മനസ്സിലിപ്പോ സിനിമ മാത്രം. 100 ദിവസം തകർത്തോടുന്ന എന്റെ തമ്പുരാൻ വീട്ടിയ തമ്പുരു മാത്രം. എന്താ കഴിഞ്ഞില്ലേ ഇതുവരെ നിങ്ങളുടെ വിചാരണ നിസ്സാരമൊന്നും? എന്റെ മോൻ വന്നിട്ട് ഇതുവരെ ഒരു ചായ പോലും കുടിച്ചിട്ടില്ല. അമ്മേ, ഈ അച്ഛൻ പറയുന്നത് കേട്ടോ, ഇനി മുതൽ ജോലി ഇല്ലാന്ന്.
മൂപ്പര് അതൊക്കെ പറയും, നീ അതൊന്നും കാര്യാക്കണ്ട. എന്റെ അമ്മ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു 10,000 മണീസ് വേണമായിരുന്നു, അർജന്റാണ്. അതിന് വഴി ഉണ്ടാക്കാം. നീ ആദ്യം പോയി ചായ കുടിക്കും. അല്ല, നീ എവിടെ നിന്ന് എടുത്തിട്ട് അവന് 10,000 രൂപ കൊടുക്കാൻ പറഞ്ഞത്? നിങ്ങളുടെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലേ? എടി, ഞാനത് ബാങ്കിന് പലിശ അടക്കാൻ വെച്ചതാ. ഓ, എപ്പോ നോക്കിയാലും ഈ പലിശ പലിശ. നിങ്ങൾക്ക് നാണല്ലേ മനുഷ്യ? സ്വന്തം മോനൊരു 10,000 റുപ്യ ചോദിച്ച് കൊടുക്കാതിരിക്കാൻ. പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മുടെ രാഷ്ട്രീയ നേതാവ് KK കൈലേഷ്. മതി, ഇനി നിങ്ങൾ ചെന്ന് ചായയും കടിയും കഴിച്ചോളൂ. ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം. എല്ലാരും ഉണ്ടല്ലോ അല്ലേ? ആജിക്ക, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ബിസിനസ് ഒക്കെ നന്നായി നടക്കുന്നുണ്ടല്ലോ അല്ലേ? എന്താ വന്ന കാലത്താണ് നിൽക്കുന്നത്? അവിടെ ചെന്ന് ഇരിക്കൂ. അച്ഛാ, ഇനി എന്താ പരിപാടി? വേറെ പണി നോക്കണം. എടാ മോനെ, നീയും നിന്റെ പാർട്ടിക്കാരും കൂടി തന്ന പണി തന്നെ ഉണ്ടായിരുന്നല്ലോ, എടുക്കാനും പുതയ്ക്കാനും. ഒരു പാലമായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നീക്കുപോക്കൊക്കെ വേണ്ടേ അച്ഛാ? ജനസേവനത്തിന്റെ പാതയിൽ അഴിമതിയുടെ പാലം പണിയാ നീ എന്നെ നിർബന്ധിച്ചു. നമ്മുടെ നാട്ടിലൊരു 4 സ്റ്റാർ ഹോട്ടൽ വരുന്നത് നാടിന് അഭിമാനമല്ലേ? അത് അഴിമതിയാണോ? ആ ഹോട്ടൽ നിൽക്കുന്ന ഭൂമി മുക്കാലും സർക്കാരിൻ്റെതാണ്. കള്ള പ്രമാണങ്ങൾ ഉണ്ടാക്കി ആ കാട്ടുകള്ളം തങ്കച്ച മുതലാളി എല്ലാം സ്വന്തമാക്കി. നീയും നിന്റെ പാർട്ടിക്കാരും എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തു. സർക്കാർ ഭൂമി പൊതുജനങ്ങൾക്കുള്ളതല്ലേ? അങ്ങനെ നോക്കുമ്പോ നമ്മുടെ പാവപ്പെട്ട തങ്കച്ച മുതലാളി പൊതുജനത്തിൽ പെടുമല്ലോ. പാവപ്പെട്ട തങ്കച്ച മുതലാളി, അയാൾ ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹം എത്ര വലുതാണെന്ന് നിനക്കറിയാമോ? അയാൾ ഒരു കമ്പനി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. കുറെ നാട്ടുകാർക്ക് തൊഴിലാകുമെന്ന് കരുതി ഞാൻ അയാളെ സഹായിക്കുന്നു. അതിലെന്താണ് തെറ്റ്? ഈ നാട്ടിലെ കിണറുകളുടെ കുടിവെള്ളം ഊറ്റിയെടുത്ത് കുപ്പിയിലാക്കി വിൽക്കുന്ന കുടിവെള്ള നിർമ്മാണ കമ്പനിയല്ലേ അയാൾ തുടങ്ങുന്നത്? കുടിവെള്ളം മുട്ടിക്കുന്ന കമ്പനിക്ക് ഇനി കൂട്ടു നിൽക്കുന്നിട്ട മോനെ, പടച്ചോ എന്നോട് പൊറുക്കൂല. ഞാനൊന്ന് ആലോചിക്കട്ടെ. അല്ല, ഏട്ടൻ എന്താ ഇങ്ങനെ കുരിശിൽ തറച്ച പോലെ ഇരിക്കുന്നേ? ഒന്ന് റിലാക്സ് ആവുന്ന ഡയറക്ടറെ. എടാ കൈലേഷ്, നീ ഇങ്ങനെ വലിയ നേതാവെന്നും പറഞ്ഞ് തേരാപ്പാരം നടന്നോ? എടാ, ആ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ഷൂട്ടിംഗ് നടത്താനുള്ള പെർമിഷൻ വാങ്ങിത്തരാന്ന് പറഞ്ഞത് എന്തായാലും? അല്ല, അപ്പൊ അനുമതി കിട്ടിയില്ലേ? ഞാൻ വിളിച്ച് പറഞ്ഞിരുന്നാണല്ലോ. മാങ്ങാത്തൊരി, പെർമിഷൻ കിട്ടിയ എന്നെ ഇവിടെ കാണുവോ? ഞാൻ ലൊക്കേഷനിലാവില്ലേ? ഓ, അപ്പൊ ഹോസ്പിറ്റലിലാണല്ലേ ലൊക്കേഷൻ? നീയൊക്കെ ഏത് കോത്താഴത്തെ നേതാവാണ്? എടാ, ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ തിയേറ്ററിലല്ല എന്റെ സിനിമയുടെ ക്ലൈമാക്സ്. അല്ല മോനെ, അന്റെ സിനിമ ഓപ്പറേഷൻ മുറിയിലാണോ? അപ്പൊ ആകെ ചോരക്കളിയാവൂലേ? ചോരക്കളിയാണിപ്പോ ന്യൂജൻ ട്രെൻഡ്. ചുറ്റികയും വടിവാളും കൊട്ടേഷൻ ഗുണ്ടകളും ഇല്ലെങ്കിൽ ഈ ഫ്രീക്കന്മാര് ചെക്കന്മാര് മാത്രമല്ല, സ്ത്രീകളും കുട്ടികളും വരെ സിനിമയ്ക്ക് കയറൂല. അതാണ് കാലം. എടാ മോനെ, എന്നാ നിന്റെ സിനിമയുടെ പേര് ഗുണ്ടകൾ വീട്ടുന്ന വടിവാളുകൾ എന്നാക്കിക്കോ.
പേരല്ല ഇവിടെ പ്രശ്നം, പെർമിഷനാണ്. അത് കിട്ടാതെ ഞാൻ എങ്ങനെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യും? പൂജ പോലും കഴിയാത്ത സിനിമയുടെ ക്ലൈമാക്സ് എടുക്കാൻ എന്തിനാ ധൃതി വെക്കുന്നത് ജ്യേഷ്ഠ? പൂജയും തേങ്ങയുടക്കലൊക്കെ സ്വാമി ചെയ്തു. നീ ആദ്യം സമ്മതം വാങ്ങിത്താ. ഇജൊന്ന് വായി കൊടുക്കും മോനെ. അങ്ങനെയെങ്കിലും ഓന് 10 ഉറുപ്പ്യന്റെ കായ് കിട്ടട്ടെ. അതോടെ നിങ്ങളുടെ കുടുംബത്തിന്റെ കടം കഴിച്ചിടാവും. എന്റെ ഇക്ക ഹോസ്പിറ്റലിന്റെ റൂമിലോ വാർഡിലോ വരാന്തയിലോ എവിടെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാലോ. ഇതിപ്പോ ഓപ്പറേഷൻ തിയേറ്റർ തന്നെ വേണമെന്ന് പറയുമ്പോ അല്ല തിയേറ്ററിന്റെ സെറ്റ് ഇട്ടുകൂടെ? സെറ്റ് ഇടാനുള്ള പൈസ നിന്റെ അച്ഛൻ തരും. ഞാൻ തരാൻ വേണ്ട പൈസ സിനിമ സെറ്റ് ഇടാനില്ല, എന്റെ 17 വണ്ടി നടത്താം. ഇങ്ങനെ പോയാ ഞാൻ അധികകാലം ഉണ്ടാവില്ല. നമ്മുടെ കൈലേസ്മോ പറയുന്ന കാര്യം കിട്ടാ അനക്ക് ഹോസ്പിറ്റലിന്റെ ബറാന്തയിൽ വെച്ചിട്ട് സിനിമ പിടിച്ചു വിടറോ? ഇതാണ് ഞാൻ ഈ സെൻസും സെൻസിബിലിറ്റിയും ഇല്ലാത്ത മനുഷ്യരോട് സംസാരിക്കാൻ നിൽക്കാത്തത്. സ്വർണ്ണലത തമ്പുരാട്ടിയുടെ ഹൃദയം മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ വെച്ച് നടത്താൻ പറ്റുമോ? എന്റെ തമ്പുരാൻ വീട്ടിയ തമ്പുരു എന്ന സിനിമയിൽ ഒരു ഭയങ്കര ട്വിസ്റ്റ് ഉണ്ട്. അത് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞങ്ങൾ ഞൊട്ടും. ഏട്ടൻ ഇഷ്ടമെന്നാണ് പറയും. ഏറെക്കാലത്തെ പ്രണയത്തിനു ശേഷം നായകൻ മഹാദേവവർമ്മയും സ്വർണ്ണലത തമ്പുരാട്ടിയും വിവാഹിതരാകുന്നു. മധുവിധു ആഘോഷിക്കുന്നതിനായി ആ യുവമിഥുനങ്ങൾ ഹിമാലയ സാനുക്കളിലേക്ക് പറക്കുന്നു. ഹണിമൂൺ എൻജോയ് ചെയ്യാൻ ആരെങ്കിലും ഹിമാലയത്തിലേക്കൊക്കെ പോകുമ്പോ വല്ല ഊട്ടിയോ കൊടൈക്കനാലോ അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാറെങ്കിലും പിടിച്ചേക്കാം. നമ്മളൊരു സിനിമ കാണുമ്പോൾ എന്താണ് ആഗ്രഹിക്കുന്നത്? പൈസയൊക്കെ മുടക്കി ടിക്കറ്റ് എടുത്ത് സിനിമ കാണുന്നവർ നല്ലൊരു കഥയും ഹൃദയസ്പർശിയായ രംഗങ്ങളുമുള്ള സിനിമയാണ് ആഗ്രഹിക്കുന്നത്. അല്ല അല്ലേ? പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് വെറൈറ്റിയാണ്. ഞാൻ അതാണ് അവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഓ, അപ്പൊ വെറൈറ്റിക്ക് വേണ്ടിയാണല്ലേ ഏട്ടൻ ഹണിമൂൺ ഹിമാലയത്തിലാക്കിയത്? ഇപ്പൊ മനസ്സിലായി. ആ, മനസ്സിലായല്ലോ. എന്നാൽ ഇനി ബാക്കി കേൾക്കും. അങ്ങനെ ആ നവദമ്പതികൾ ശാന്തി മുഹൂർത്തത്തിൽ തങ്ങളുടെ മധുവിധു ആദ്യ രാത്രി ഹിമാലയത്തിലെ ഒരു ഗുഹയിൽ വെച്ച് സമ്മോഹനമാക്കുന്നു. അല്ലോ, ഗുഹയ്ക്കുള്ളിൽ പാമ്പുണ്ടാവൂലേ ഭയ? പുയ്യാപ്പിളി പുയ്യണിന് പാമ്പ് കടിച്ച് മജ്ജത്താവൂലേ? ആജിക്ക, ഇതാണ് വെറൈറ്റി. ഹോട്ടലിലെ മുറിക്കുള്ളിലെ ആദ്യ രാത്രിക്ക് വെറൈറ്റി ഇല്ല. മലമുകളിലെ ഗുഹയ്ക്കുള്ളിലെ ആദ്യ രാത്രിക്കാണ് വെറൈറ്റി. മഞ്ഞു പെയ്യുന്ന മധുവിധു രാത്രിയിൽ മഹാദേവവർമ്മ തന്റെ സ്വർണ്ണത്തമ്പുരു വേണ്ടി സ്വയം മറന്നു പാടി. മഹാനർത്തകിയായ സ്വർണ്ണലത സ്വയം മറന്ന് നൃത്തം ചെയ്തു. അപ്പോഴാണ് ഭയങ്കര ദുരന്തം സംഭവിക്കുന്നത്. ഓറ്റിങ്ങളെ അടലി പാമ്പ് കടിച്ച് മജ്ജത്തായിണ്ടാവും. ഞമ്മളപ്പളെ പറഞ്ഞില്ലേ ഗുഹയ്ക്കുള്ളിൽ ഇമ്മാതിരി അനുക്കുലത്തൊന്നും നടക്കൂലെന്ന്. പാമ്പും കോപ്പും ഒന്നും അല്ല ട്വിസ്റ്റ്. ദുരന്തം ടിസ്റ്റായി വരുന്നു അല്ലേ? സ്വർണ്ണലതയെ മോഹിച്ചിരുന്ന, ചാത്തനെ ഉപാസിച്ചിരുന്ന കൊടും ക്രൂരനായ വില്ലൻ അർദ്ധരാത്രി കറുത്ത കരിമ്പടം കൊണ്ട് മൂടിപ്പുതച്ച് ഗുഹയ്ക്കുള്ളിലേക്ക് പതുങ്ങി ചെല്ലുന്നു. ക്ഷീണിച്ചുറങ്ങുകയായിരുന്ന തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും നേരെ ദുർഗരാവണി വെക്കുന്നു ആ നരാധമൻ ഡാഡി ഗിരിജ. ഡാഡി ഗിരിജയല്ല, ഡാഡി ഗിരിജയെ പോലെ വേറൊരു വില്ലൻ. കറച്ചു വെളുത്ത താടിയും മുടിയുമൊക്കെയായി കറുത്ത കരിമ്പടം കൊണ്ട് മൂടി പുതച്ച്. എന്നിട്ട് അതോടെ ഓന്റെ സിനിമാ കളി തീർന്ന് ഞമ്മക്ക് ആശ്വാസായി. ഇല്ല, തീർന്നിട്ടില്ല. വെടിയേറ്റ മഹാദേവവർമ്മയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിക്കുന്നു. സ്വർണ്ണലതയുടെ ഹൃദയത്തിന് ഗുരുതരമായ പരിക്കേൽക്കുന്നു. മെഡിക്കൽ കോളേജിലെ ഓപ്പറേഷൻ തിയേറ്റർ എന്റെ സിനിമയുടെ ക്ലൈമാക്സ്.
മസ്തിഷ്കമരണം സംഭവിച്ച മഹാദേവന്റെ ഹൃദയം നിലച്ചുപോയ സ്വർണ്ണലതയുടെ ഹൃദയത്തിന് പകരം വയ്ക്കുന്നു. പ്രതികാര ദുർഗയായി പുനർജനിച്ച സ്വർണ്ണലത തമ്പുരാട്ടി കൊടുങ്ക്രൂരനായ വില്ലനെ കൊന്നുകൊല വിളിക്കുന്നതിന് വേണ്ടി നൃത്തം ചെയ്തു പുറപ്പെടുന്നു. ആ പ്രതികാരത്തിന്റെ കഥയാണ് എന്റെ സിനിമയുടെ 2ാം ഭാഗം. അല്ല മോനെ, അന്റെ സിനിമയില് നമ്മുടെ മോൻ ദുൽഖർ സൽമാൻ ഒരു ഡോക്ടറായിട്ട് അഭിനയിക്കുന്നു, നേരാണോ? അതെ. പൊടച്ചോനെ, നിങ്ങൾ ഓരോ കാത്തോളിട്ടാ പോയി ആദ്യന് ബതില് വല്ല കെട്ടിടി തുല്ലി വെക്കുമെന്നാണ് നമ്മുടെ സംശയം. ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി ക്ലൈമാക്സ് എടുക്കാൻ മെഡിക്കൽ കോളേജ് ഒന്നും കിട്ടില്ല. ഏട്ടനൊരു കാര്യം ചെയ്യും, വല്ല ലോക്കൽ ഹോസ്പിറ്റലിൽ വെച്ച് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പോ മസ്തിഷ്കമരണം സംഭവിച്ച മഹാദേവവർമ്മയുടെ ഹൃദയം ഞാൻ എന്ത് ചെയ്യും? അതിനുള്ള വഴി ഞാൻ പറഞ്ഞു തരാമോ ഡയറക്ടറെ? എന്ത് വഴിയാണച്ചാ? അത് നീ കൊണ്ടുപോയി പുഴുകി തിന്നെ. തന്തപ്പിടി എന്ന് വലിയ കളിപ്പിലാണല്ലോ. കേട്ടാ, എന്തു പറ്റി? ജോലിയിൽ നിന്ന് പിരിഞ്ഞെന്നോ പിരിച്ചു വിട്ടെന്നോ എന്തൊക്കെയോ പറയുന്നു കേട്ടു. ഞാനൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. ജോലിയിൽ ഇരിക്കുന്ന സമയത്തും അച്ഛൻ ഭയങ്കര പ്രശ്നമുണ്ടാക്കും. അമ്പിനും വില്ലിനും അടുക്കില്ല. ആ ചമ്പക്കാട്ടിൽ തങ്കച്ചൻ മുതലാളിയുടെ കുടിവെള്ള കമ്പനിക്ക് അനുമതി കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് കുറെ പൈസ വിടുന്നമായിരുന്നു. അച്ഛൻ അതിന് തടസ്സമുണ്ടായി. വലിയ ആദർശമല്ലേ 10 പൈസക്ക് ഗുണമില്ലാത്ത ആദർശം. എന്നിട്ടിപ്പോ എന്തായി? അയാള് കയറി കളി തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. നമ്മുടെ വീടിന്റെയും പറമ്പിന്റെ ആധാരം ഇരിക്കുന്നത് ആ ചെമ്പാക്കാട്ടിൽ തങ്കച്ച മുതലാളിയുടെ പെട്ടിയില്ല. അതുപോലും അച്ഛൻ ഓർത്തില്ല. ജോലിയിൽ നിന്ന് പിരിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അച്ഛന് എന്തെങ്കിലും ഒരു പണി ശരിയാക്കി കൊടുക്കണം. എന്നാലും നമ്മുടെ വട്ടച്ചെലവ് നടന്നു പോകും. ആ, അത് ശരിയാ. 500,000 അമ്മയുടെ പിടുങ്ങണമെങ്കിൽ അച്ഛന് ജോലി വേണം. നമുക്ക് അച്ഛന് ഒരു ഓട്ടോറിക്ഷ ലോൺ എടുത്ത് വാങ്ങിക്കൊടുത്താലോ? അമ്മേനെ ജാമ്യം നിർത്താം. ഏയ്, അതൊന്നും ശരിയാവില്ല. ഈ വയസ്സുകാലത്ത് ഡ്രൈവിംഗ് ഒന്നും ആ തന്തപ്പിടിക്ക് പണിയില്ല. നിങ്ങളുടെ ബാപ്പാക്ക് പറ്റിയ ഒരു പണി നമ്മുടെ ഉണ്ട്. നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ സെക്യൂരിറ്റിയുടെ ജോലിയാവും. സെക്യൂരിറ്റിന്റെ പണിയൊന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിലെ വലിയ മുന്തിയ ഒരു പണിയാ. എന്താ അത്? ഒന്ന് വേഗം പറയൂ ആചാര്യ. പ്രസിഡന്റിന്റെ എന്തേ മനസ്സിലായില്ലേ? നമ്മൾ മലയാളത്തിൽ പറയാം, രാഷ്ട്രപതിന്റെ. നിങ്ങൾ എന്താ ഞങ്ങളെ കളിയാക്കോ? അല്ലടോ, നിങ്ങളെ നമ്മളൊന്ന് പൊക്കിയതാ. 2 പോത്തുകളെ പോകുന്ന പകേര് ഓന്റെ ബാപ്പാക്ക് പണി നോക്കണം. ഹലോ, എന്ത്? ചമ്പാക്കാട്ടിൽ തങ്കച്ചു മുതലാളിയോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? ഓക്കെ, അച്ഛനെന്തോ സമ്മാനം കൊടുക്കാനാണെന്നോ? ശരി ശരി, ഓക്കെ. അച്ഛാ, അമ്മേ, ആ ചമ്പാക്കാട്ടിൽ തങ്കച്ചു മുതലാളി ഇങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനെന്തോ സമ്മാനം കൊടുക്കാനാണത്രേ. സമ്മാനം തരാനൊന്നും ആവില്ല അയാള് വരുന്നത്. കണ്ണിച്ചോരില്ലാത്ത ദുഷ്ടനാണ് അയാള്. കടിച്ചാൽ വിഷം തുടങ്ങാത്ത കരിമൂർഖനാണ് തങ്കച്ചൻ. അവനെ സൂക്ഷിക്കണം. തരം കിട്ടിയാൽ ചതിച്ചു കൊല്ലും. അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇനി എന്തൊക്കെ സംഭവിക്കാം?
ചെമ്പഴക്കാട്ടി തങ്കച്ചൻ എന്ന ഞാൻ ഈ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് അധികാരവും പദവിയും നഷ്ടപ്പെട്ട വില്ലേജ് ഓഫീസർ മാധവൻ നായർക്ക് ഒരു സ്നേഹസമ്മാനം കൊടുക്കാൻ. വാ, ഇതേറ്റ് വാങ്ങിയാലോ? എന്താ മാധവേട്ട, എന്താ പറ്റിയ ഹാജിയാരെ? മാധവേട്ടന് എന്താ പറ്റിയ? മാധവേട്ട, എന്താ പറ്റിയ ഹാജിയാരെ? മാധവേട്ടൻ എന്ത്? ഇത് നമ്മുടെ വീടും പറമ്പും ചെക്ക് ചെയ്യാനുള്ള ഹൈക്കോടതിയുടെ വാറണ്ട് നോട്ടീസാ. എന്നാലും ഈ കൊടും ചതി ഞങ്ങളോട് വേണ്ടായിരുന്നു മുതലാളി. മുതലും പലിശയും കൂട്ടുപലിശയും എല്ലാം കൂട്ടി ഞങ്ങള് എത്ര ലക്ഷം നിങ്ങൾക്ക് തന്നു? എനിക്ക് വേണ്ടത് പണമായിരുന്നില്ല, അനുമതിയായിരുന്നു. എന്റെ കുടിവെള്ള ഫാക്ടറിക്ക് വേണ്ടിയുള്ള അനുമതി. ഈ നാട്ടിലെ കിണറുകളെല്ലാം അതുകൊണ്ട് വറ്റിപ്പോകുമെന്നും നാട്ടുകാരെല്ലാം ദാഹിച്ചു വലഞ്ഞ് ചത്തുപോകുമെന്നും നിങ്ങളുടെ ഭർത്താവ് റിപ്പോർട്ട് എഴുതി കലക്ടർക്ക് അയച്ചു. അതോടെ എന്റെ കമ്പനിയുടെ ലൈസൻസ് റദ്ദായി. എന്റെ സ്വപ്നമായിരുന്ന കമ്പനി പൂട്ടി. ഇതിനൊക്കെ ഞാനൊരു പ്രത്യുപകാരം ചെയ്യേണ്ട ഞങ്ങളെ. മാധവേട്ട, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ ഇനി എവിടേക്കാ പോവുക? കേറി കിടക്കാൻ നമുക്കൊരു ഇടമില്ല. നമ്മുടെ മക്കളോട് ചോദിക്ക്, അവർക്ക് വേണ്ടിയല്ലേ ഈ വീടും ഈ പറമ്പും പണയപ്പെടുത്തി പണം കടം വാങ്ങിയത്. എടാ കരുണ, കൈലാസൻ, മക്കളെ പറയടാ, മുതലാളിയോട് പറയടാ, പറയട മക്കളെ, നമ്മളെ ഇവിടുന്ന് ഇറക്കി വിടരുതെന്ന് പറയടാ. നിങ്ങൾ ജനിച്ച് വളർന്ന വീടല്ല ഇത്. ഞാൻ നട്ടു നനച്ച ചെടികളും മരങ്ങളും ഈ കാണുന്നത് മുഴുവൻ. ഈ വീടും ഈ പറമ്പും എന്നേക്കുമായി ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് കഴിയില്ല മക്കളെ, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയില്ല. എന്താണ്ടോ നിങ്ങളെ മുണ്ടാട്ടം മുട്ടിപ്പോയാ? നിങ്ങളെ അമ്മ ചോദിക്കുന്നത് മറുപടി പറയണോ? ആചാരെ, നിങ്ങൾ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടലേ. ഹൈദ്രോ, അവർക്കൊന്നും മിണ്ടാനാകില്ല. ഈ പലിശ പണക്കാരൻ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തൊട്ടുകൾക്ക് വേണ്ടി കൈ നീട്ടി യാചിച്ചു നിൽക്കുന്ന വെറും ഭിക്ഷാന്തേഹികളാണ് ഞങ്ങളുടെ രണ്ടാൺമക്കളും. പാവപ്പെട്ട മനുഷ്യന്മാര് ചോര നീരാക്കി പണിയെടുത്തുണ്ടാക്കുന്ന കായ് പലിശാന്റെ പേരും പറഞ്ഞ് തിന്നു മുടിക്കണ നമുക്ക് അന്നെ പോലുള്ളവരെന്നും പടച്ചോൻ വെറുതെ വിടൂല. ഇജി സൂചിച്ചോ? വീട്ടിന്ന് ഇനി മുതൽ ഈ വീട് തങ്കച്ചന് സ്വന്തം. ഈ പഴങ്കൽ വീട് ഞാൻ ഇടിച്ചു നിരത്താൻ പോവുക. കല്ലിന്മേൽ കല്ലാവിശേഷിപ്പിക്കാതെ എല്ലാം ഞാൻ നിരപ്പാക്കും. JCB വരുമ്പോ ഒറ്റയിടത്തിലെ കണ്ടുപോകരുത്, പറഞ്ഞേക്കാം. അവന്റെ ഒരു സ്ത്രീനിലയ. മാധവ, ഇജ്ജ് വിഷമിക്കണ്ട. അവിടൊക്കെ ഞമ്മളുണ്ട്. ഇജ്ജ് ഞമ്മളുടെ കൂടെ പോരെ. നമ്മുടെ സൂപ്പർ മാർക്കറ്റിന്റെ ബിസിനസ് ഞമ്മക്ക് രണ്ടാൾ കൂടിയിട്ട് ഉസാറായി തുടങ്ങാം. ഇജ്ജ് നമ്മുടെ കൂടെ പോരെ. അച്ഛനെന്താ ഇയാളുടെ കൂടെ കൂടി ബിസിനസ് നടത്താൻ പോവുകയാണോ? അതൊന്നും ഇനി
നിങ്ങൾ അറിയണ്ട, എന്റെ വരുമാനത്തെയാണ് നിങ്ങൾ സ്നേഹിച്ചതെന്ന് എനിക്കിന്ന് പൂർണ്ണ ബോധ്യമായി. ചെറുപ്പകാലം മുതൽ ഏതാപത്തിനും എന്നെ സ്നേഹിച്ചും സഹായിച്ചും ഒരു കൂടപ്പിറപ്പിന് പോലെ എന്നോടൊപ്പം നിന്ന എന്റെ ഐദ്രു എനിക്ക് തുണയാൻ. മാധവേട്ട നിൽക്കൂ, ഞാനും വരുന്നു. അമ്മേ, അമ്മയും ഇവരെ കൂടെ പോവാണ്. എടാ, നമുക്കൊക്കെ വേണ്ടി രാപ്പകലില്ലാതെ ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യനാണ് ഇന്ന് ഈ വീടിന്റെ പടിയിറങ്ങുന്നത്. നിങ്ങളോടൊക്കെയുള്ള അമിത വാത്സല്യം കാരണം ഞാനും അദ്ദേഹത്തിനെ പലതവണ കുറ്റപ്പെടുത്തി, അവഗണിച്ചു, കളിയാക്കി, പരിഹസിച്ചു. വയ്യ, ഇനി വയ്യ. എനിക്കെന്റെ മാധവേട്ടനെ ഇനി വേദനിപ്പിക്കാൻ വയ്യ. എന്നെ കൊണ്ടാവില്ല. എന്റെ തൂടും തുണയുമായ മാധവേട്ടന്റെ ഒപ്പം ഞാനിപ്പോവാണ്. കൈലേഷ് നേതാവേ, ഏട്ടാ, കാഞ്ഞിരക്കുറ്റി കരുണാമയ സംവിധായക. അച്ഛനും പോയി, അമ്മയും പോയി, വീടും പോയി. ഇനി നമുക്ക് ആര് വെച്ച് വളമ്പി തരുവടാ? എവിടെ കയറി കിടക്കും? വീട്ടുചോറില്ലെങ്കിൽ വിരുന്നു ചോറില്ലെന്നാ പഴമൊഴി. എന്റെ രാഷ്ട്രീയ പ്രവർത്തനവും ഏട്ടന്റെ സിനിമാ പിടുത്തവും ആ ചെമ്പക്കാട്ടിൽ തങ്കച്ച മുതലാളിയുടെ കുടിവെള്ള കമ്പനി പോലെ പൂട്ടിപ്പോവുമല്ലോ. കമ്പനി എന്ത് ചെയ്യുമടാ? വലുതാക്കിയ മാതാപിതാക്കളെ സ്നേഹിക്കാത്ത, ആദരിക്കാത്ത മക്കൾക്ക് നല്ല സംവിധായകനോ നല്ല രാഷ്ട്രീയക്കാരനോ ആകാനാവില്ല. നല്ല കുടുംബ ബന്ധങ്ങളിൽ നിന്ന് നല്ല സിനിമയും നല്ല രാഷ്ട്രീയവും നല്ല രാഷ്ട്രവും നിർമ്മിക്കാനാവൂ. നിങ്ങളത് തിരിച്ചറിയുന്ന കാലത്ത് നമുക്ക് വീണ്ടും ഒരു വീട് പണിയാം, ഒരുമിച്ച് കഴിയാം.